ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഈവനിങ് കുറച്ച് പർച്ചേസിങ്ങിനായിട്ടും അതുപോലെ തന്നെ ഒന്ന് കറങ്ങാനായിട്ടും പുറത്തു പോകുമായിരുന്നേ. അപ്പോൾ ആദൂസിൻ്റെ വാപ്പയും ഞാനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ തൃപ്രയാർക്കായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 4 മണി 4:30 ആ ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ആദൂസിൻ്റെ അംഗനവാടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പ്രാവശ്യം പോയതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ്, അതായത് ഞാൻ ആ വഴി കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമായിരുന്നു അവിടുത്തെ ഒരു വൈബ്. എന്താ പറയുക, ആ പാടവും ആ വെള്ളമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ആ പാലത്തിനോടുള്ള ഒരു അമ്പലമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ വഴി. അപ്പം അതിന് ശേഷം നമ്മൾ ജസ്റ്റ് പോയത് വൈമോളിലേക്കായിരുന്നു കേട്ടോ. വൈമോളിൽ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിൻ്റെ ബേസിൽ പോയതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പ്ലാനാണ് കേട്ടോ. വൈമോള് നമ്മളിതിന് മുന്നും കുറേ തവണ പോയിട്ടുണ്ട്. വൈമോളിലേക്കൊക്കെ ഓരോ സാധനങ്ങൾ മേടിക്കാനും പിടിക്കാനൊക്കെ നമ്മൾ ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോകാറുണ്ട്. ഇവിടെ തൃപ്രയാറാണ് വൈമോള് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടാവും. ഞാനൊക്കെ നല്ല പോസിങ് ആയിരുന്നു പോണിടയിൽ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നമ്മൾ ജസ്റ്റ് ഷോപ്പൊക്കെ ഒന്ന് നോക്കി കേട്ടോ. അപ്പം അതിനുശേഷം അതിന് ടീയും മേടിച്ചു കൊടുക്കാനായിട്ട് ടീ ഷോപ്പിൽ പോയപ്പോൾ അവനാണെങ്കിൽ ടീയും വേണ്ട ഒന്നും വേണ്ട, അവന് റൈഡിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ നമ്മൾ ജസ്റ്റ് ആ വഴി ഒന്ന് വെറുതെ ഒന്ന് നടന്നു. നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല അവിടെ നിന്ന്, ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങനെ നടന്ന് അവന് ലാസ്റ്റ് അവൻ്റെ ഇഷ്ടം പോലെ തന്നെ റൈഡുകളൊക്കെ കാണിക്കാനായിട്ട് ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവനവിടെ ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കുട്ടികൾക്ക് പൊതുവെ എങ്ങനെയാണല്ലോ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെയാണ്. ഈ റൈഡ് കാര്യങ്ങളൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവർ ഫുഡ് പോലും വേണ്ട, ഈ റൈഡിലൊക്കെ കയറിയാൽ എന്നുള്ളൊരു ഇൻട്രസ്റ്റിലായിരുന്നു പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിൽ പോകുന്നത് കേട്ടോ, ഓടിച്ചാടിയൊക്കെ പോകുന്നത്. പക്ഷെ ആശാൻ ഇതിൽ മിക്ക റൈഡിങ്ങും ചെയ്യാനറിയില്ല, കാരണം അത്രയുള്ള വയസ്സെല്ലാം ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ റൈഡൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ ആശാനാണെങ്കിൽ ഇങ്ങനെ ചുറ്റിപ്പരി നടക്കായിരുന്നു, എന്തിൽ കയറണ്ടേ, ഏത് റൈഡിൽ കയറണമെന്നൊന്നും ആശാൻ ഒരു പിടിയില്ല, ഏതിൽ കയറണം എന്നൊന്നും. കാരണം വെച്ചാൽ എത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവനക്ക് ഒരു റൈഡും കയറാനായിട്ടുള്ളതും പറ്റില്ല. ഫൈനലി അവൻ എന്ത് ചെയ്തു, നമ്മുടെ ബൈക്ക് റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ കൈ പോലും എത്തുന്നില്ല അതിൽ പിടിക്കാനായിട്ട്. അവൻ അതിൽ കയറിയേ വരുന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ ഞാനാദ്യം പേടിച്ചു, പഠിച്ചവനെ വീഴോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതിനുശേഷം കുട്ടികളുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് അവൻ അറിയണേ ഇല്ല എങ്ങനെ ചെയ്യാന്ന്. ഞാനവനെ കൂടി പിന്നെ ഒരു പോസിംഗ് ഒക്കെ ആയിരുന്നു ക്യാമറയിൽ. അങ്ങനെ ഫൈനലി അവൻ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇതിൽ കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് 1ഉം 2 ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോസിൽ വരും കേട്ടോ. പിന്നെ നമ്മൾ വൈമോളിലും തന്നെ പർച്ചേസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. കുറച്ച് കേക്ക് പീസും അതുപോലെ തന്നെ പപ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു അവിടെ നിന്ന്. അതിനുശേഷം നമ്മൾ അടുത്ത പർച്ചേസിങ്ങിനായിട്ട്, അതായത് എന്തെങ്കിലും വീട്ടു സാധനങ്ങളൊക്കെ